അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മോമിനീങ്ങളെ, തിങ്കളാഴ്ച അല്ലേ? തിങ്കളാഴ്ച. അടുത്ത ഈ തിങ്കളാഴ്ച തറാവി ഉണ്ടാകുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. റമളാൻ 30 കിട്ടിയാലും ഞന്ന് തറാവി നിസ്കരിച്ചല്ല. നോമ്പ് 29 ഉള്ളെങ്കിൽ ഈ സമയമാകുമ്പോഴത്തിന് പെരുന്നാളൊക്കെ കഴിഞ്ഞാണ്ട് കടന്നുറങ്ങാനുള്ള പരിപാടി ആയിട്ടുണ്ടാവും. അതായത് അപ്പൊ ഇനി ഏറിയാൽ 6 തറാവീഹ്, അല്ലെങ്കിൽ എത്രണ്ണം? 5 എണ്ണം കഴിഞ്ഞു. നമ്മളിപ്പോ 24ാമത്തെ തറാവിയാണ് നമ്മൾ നിസ്കരിച്ചത്. എത്ര പെട്ടെന്ന് നിങ്ങൾ നോക്കണേ. അല്ലാഹു തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. ഇനിയും ഒരുപാട് റമളാനുകളെ സ്വീകരിക്കാൻ അല്ലാഹു തആല നമുക്കൊക്കെ ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. മോമിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട 1-2 ഹദീസുകൾ ശ്രദ്ധയിൽപ്പെടുത്താനുണ്ട്. തളബറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ലൈലത്തിൽ, ഒരു രാത്രി മുത്തനബി തങ്ങൾ ഇങ്ങനെ ഉറക്കം വരാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നേരം വെളുക്കോളം. അതല്ലെങ്കിൽ തഹജ്ജുദിന് വേണ്ടി അവിടുന്ന് എണീക്കണ സമയം വരെ ഉറങ്ങിയില്ല. എന്തോ പ്രയാസമുള്ള മാതിരി. അപ്പോൾ ഫഖീല മാ അസ്ഹറക യാ റസൂലല്ലാഹ്, അവിടുത്തോട് ചോദിക്കപ്പെടുകയാണ്, എന്ത് പറ്റി നബിയേ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉറക്കം നഷ്ടമായതെന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ അവിടുന്ന് പറഞ്ഞത് കേൾക്കണോ? ഞാൻ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ വീടിന്റെ നിലത്തൊരു ഈത്തപ്പഴം ചാടിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ ഈത്തപ്പഴം എടുത്ത് ഞാൻ ഭക്ഷിക്കുകയാണ്. ഭക്ഷിച്ചതിന്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത്, റബ്ബേ, മുഅ്മിനീങ്ങളായ ആളുകളിൽ നിന്ന് പിരിച്ചു കൊണ്ടുവന്ന സക്കാത്തിന്റെ ഈത്തപ്പഴവും നമ്മുടെ വീട്ടിലുണ്ടല്ലോ. ഞാൻ ഈ കഴിച്ച ഈത്തപ്പഴം അത് സക്കാത്തിന്റെ ഈത്തപ്പഴത്തിൽ പെട്ടതാണോ, അതല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുവന്നു വെച്ച ഈത്തപ്പഴമാണോ? ഈ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് കൊണ്ടാണ് ഇന്നത്തെ രാത്രി ഞാൻ ഉറങ്ങാതെ പോയതെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് നിങ്ങൾ നോക്കണേ? ആരാ നോക്കണേ? അല്ലാഹു തന്നെ ഹബീബിനോട് പറഞ്ഞിട്ടില്ലേ, നബിയേ, ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, നിങ്ങളിൽ നിന്ന് അല്ലാഹു പൊരുത്തപ്പെട്ടു തരാത്ത ഒന്നുമില്ല. ഈ തിന്നത് സക്കാത്തിന്റെ ഈത്തപ്പഴമാണെന്ന് ഉറപ്പില്ല. വീട്ടിൽ സക്കാത്തിന്റെ ഈത്തപ്പഴം ഒരു മൂലയിലുണ്ട് എന്നത് ശരി തന്നെയാണ്. വീട്ടിലും ഭക്ഷിക്കാൻ കൊണ്ടുവന്ന ഈത്തപ്പഴമുണ്ട്. ഈ നിലത്ത് വീണ് കിടന്ന ഈത്തപ്പഴം ഏതിൽ പെട്ടതാണ് എന്ന് അറിയുക പോലുമില്ല. അതിന്റെ പേരിൽ ഒരു രാത്രി മുഴുവനും ഉറങ്ങിയില്ല മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ കാര്യം എന്നറിയുങ്ങൾ? അഥവാ അതെങ്ങാനും സക്കാത്തിന്റെ ഈത്തപ്പഴമാണെങ്കിൽ അതെനിക്ക് ഭക്ഷിക്കാൻ പറ്റാത്തതാണല്ലോ. അതാണ് പേടി. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടാണ് നമ്മളോട് പറഞ്ഞത്. യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, ഈമാനുള്ളവരെ, നിങ്ങൾ ലഭിക്കുന്നത് മുഴുവനും ഭക്ഷിക്കാൻ പറ്റുന്നവരല്ല. എവിടെ നിന്ന് കിട്ടിയാലും എങ്ങനെ സമ്പാദ്യമായി ലഭിച്ചാലും നിങ്ങൾ അത് തിന്നരുത് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് തന്നതിൽ നിന്ന് ഏറ്റവും ഹലാലായതല്ല, ഹലാലിൽ നിന്നല്ലാതെ നിങ്ങൾ ഭക്ഷിക്കരുത്. എന്താ കാര്യം എന്നറിയങ്ങൾ? ഹറാമായ ഭക്ഷണം കഴിച്ചാൽ 3 നഷ്ടങ്ങളുണ്ട്. ഒന്ന്, ആ മനുഷ്യന്റെ ദുആക്ക് ഉത്തരം കിട്ടൂല. അയാൾ എത്ര ദുആയിരുന്നാലും ദുആക്ക് ഉത്തരം ഉണ്ടാവില്ല. 2, ഒരു തവണ ഹറാമായ ഭക്ഷണം കഴിച്ചാൽ പിന്നെ 40 ദിവസം അയാളുടെ നിസ്കാരത്തിന് പ്രതിഫലം ഉണ്ടാവില്ല. എത്ര ദിവസം? ഫറള് കൂടും. നിസ്കരിച്ചിന് കൂലി കിട്ടുവോ? കിട്ടൂല. പിന്നെയോ, ആ ശരീരവും അത് തിന്നുന്ന ആ വീട്ടിലെ മക്കളുടെ ശരീരവും ഒക്കെ നരകം കൊണ്ടായിരിക്കും ഏറ്റവും ബന്ധപ്പെട്ടത്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സഅദ് റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളുടെ മുമ്പിൽ വരികയാണ്. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഉദുല്ലാഹ ലീ, നിങ്ങൾ അല്ലാഹുവിനോട് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ?
എന്തിനാണ് ദുആ ചെയ്യേണ്ടത്? അൻ അകൂന മുസ്തജാബദ് ദഅവ, ഞാൻ ദുആക്ക് ഉത്തരം കിട്ടുന്ന ഒരു മനുഷ്യനാകണം. അതിനുവേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? ഞാനപ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്താലും എന്റെ ദുആക്ക് പടച്ച റബ്ബ് ഉത്തരം തരണം നബിയേ. അങ്ങനത്തെ ഒരു മനുഷ്യനായി മാറണം. അതിനുവേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യുമോ? സഅദ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് അവിടുത്തോട് പറഞ്ഞ മറുപടി ഇതാണ്: യാ സഅദു അത്ബ് മത്അമക തകുൻ മുസ്തജാബദ് ദഅവ. എന്റെ പൊന്നു സഅദേ, നീ ഹലാലായത് മാത്രം ഭക്ഷിച്ചോ, നീ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നവനാകുന്നതാണ്. ഹലാല് മാത്രം തിന്നുന്നവനായാൽ നിന്റെ ദുആക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. ശേഷം അവിടുന്ന് പറഞ്ഞു കൊടുത്തു: നിന്റെ ഭക്ഷണത്തിൽ അന്യായമായി സമ്പാദിക്കപ്പെട്ടത് ഹറാമായതൊരൽപ്പം കലർന്നു വന്നാൽ പിന്നെ 40 ദിവസത്തെ അമലുകളൊന്നും സ്വീകരിക്കപ്പെടുകയില്ല. നിസ്കാരം എന്ന് മാത്രമല്ല, 40 ദിവസത്തെ ഒരമലും സ്വീകരിക്കപ്പെടില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഞാൻ പറയാനുള്ള കാരണം എന്താ? അതിപ്പോ നമ്മളെവിടെ ഹറാമ് തിന്നണത് അതാണ് പിന്നുള്ളത്. അറിയാതെ ഹറാമ് പെടുന്നത് ശ്രദ്ധിക്കണം. ഒന്ന്, ഞാൻ ഈ ഭക്ഷിക്കുന്നത് പലിശയുടെ മുതലാണെന്ന് ഉറപ്പാണെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് ഭക്ഷണം വാങ്ങി തിന്നരുത്. പലിശ മുതൽ കൊണ്ട് ഭക്ഷണം കഴിക്കരുത്, വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കരുത്, മക്കൾക്ക് മാതാപിതാക്കൾക്ക് ഭക്ഷണവും മരുന്നും മറ്റൊന്നും വാങ്ങിക്കൊടുക്കരുത്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പലിശയാണ്. പിന്നെ മറ്റുള്ളവരെ സമ്മതല്ലാതെ നമ്മൾ അന്യായമായി കൈപ്പറ്റുക, കളവ് നടത്തിയെടുക്കുക, അങ്ങനത്തതൊക്കെ ഹറാമായ മുതലുണ്ടല്ലോ, ഒന്നും ഭക്ഷിക്കരുത്. ഇവിടെ നമ്മൾ ഹലാല് എന്ന് വിചാരിച്ച ചില ഹറാമുണ്ട്. ഇന്നിപ്പോ നമ്മളെ നാട്ടിലെ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഹറാമായ ഭക്ഷണം എന്നത് ഏത് വയ്ക്കാന്ന് അറിയങ്ങള്? പീടിക സാധനം കടം വാങ്ങും, പൈസ കൊടുക്കൂല. ഭയങ്കര പ്രശ്നമാണത്. കച്ചവടക്കാരോട് സംസാരിച്ചു നോക്കണം അതിന്റെ അവസ്ഥ അറിയണമെങ്കിൽ. ഈ മനുഷ്യന്മാര് ബാക്കിയുള്ള എല്ലാത്തിനും പൈസ കൊടുക്കും. പൈസ ഇല്ലായിട്ടാണോ? അതല്ല. ഒരു ഡ്രസ്സ് വാങ്ങുന്നുണ്ട്, അതിന് പൈസ കൊടുക്കുന്നുണ്ട്. വാഹനം വാങ്ങുന്നുണ്ട്, അതിന്റെ അടവടക്കുന്നുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പലചരക്ക് പിടിയിൽ അങ്ങനെ സാധനം വാങ്ങി 40,000, 50,000, 1 ലക്ഷം ഒക്കെ ആയിട്ടുണ്ടാകും. ആ പൈസ കൊടുക്കുവോ? കൊടുക്കൂല. അത് ചിന്തിച്ചു നോക്കാണ്. എന്നിട്ട് എപ്പ ചോദിച്ചാൽ പിന്നെ എടുക്കട്ടോ പറഞ്ഞിട്ട് പിന്നെ അവസാനം കച്ചവടക്കാരെ എഴുതി തള്ള. എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഇതൊരിക്കലും തമാശയായിട്ട് കാണാൻ പാടില്ല. കാരണം കാശ് കൊടുക്കാതെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്ന ഭക്ഷണം അതവർ കടമായിട്ട് തരുകയാണെങ്കിൽ നമുക്കത് ഉപയോഗപ്പെടുത്താം. പക്ഷെ അത് വീട്ടേണ്ട സമയത്ത് വീട്ടാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വീട്ടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടും ആ കടം നമ്മൾ വീട്ടാതെ പോയാൽ നമ്മൾ കഴിച്ച ഭക്ഷണം മുഴുവനും ഹറാമിന്റെ ഭക്ഷണമാണ്. നമ്മുടെ മക്കള് കഴിച്ച ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. നമ്മുടെ മാതാപിതാക്കൾ കഴിച്ച ഭക്ഷണം ഹറാമിന്റെ ഭക്ഷണമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് കേൾക്കണോ? കുല്ലു ജസദിൻ നബത മിൻ സുഹത്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാം തിന്ന് വളർന്ന ശരീരമുണ്ടല്ലോ, അത് സ്വർഗത്തെക്കാളേറെ ബന്ധപ്പെട്ടത് നരകം കൊണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഭക്ഷണത്തിലെ ഹറാമ് പെണ്ണ് നല്ലോണം എന്താ അതിന്റെ പ്രശ്നം കാര്യങ്ങള്? നമ്മള് കുറച്ച് ഹറാമായ പൈസ ആരെ പറ്റിച്ചു കൊടുന്നുകാണ്ട് ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് ആ ഭക്ഷണത്തിന് നമ്മളത് കഴിച്ചാൽ അതിൽ നിന്ന് ആവശ്യമായ പ്രോട്ടീന്, വിറ്റാമിന്, രക്തം പോലത്തതൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് ഉൽപ്പാദിപ്പിക്കപ്പെടും. ഈ ശരീരത്തിൽ വന്നു കയറിയ ആ ഹറാമായ ചോര, ഈ ഭക്ഷണം കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെട്ട കുറച്ച് ചോര ശരീരത്തിലുണ്ടെങ്കിൽ അതെങ്ങനെ നമ്മൾ പുറത്ത് കളയാം? ചിന്തിച്ചു നോക്കണം. ഭയങ്കര വലിയ ഇടങ്ങാറായി മാറും. ഒരാൾക്ക് നന്നാകണമെന്ന് കരുതിയാലും അയാൾക്കത് ഭയങ്കര ഇടങ്ങാറാവും. മാത്രമല്ല, ഈ മനുഷ്യന്റെ ദുആക്ക് അള്ളാന്റെ സമീപത്ത് ഒരു ഇജാബത്തുമില്ല. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ കാര്യം ഇത്രത്തോളം ശ്രദ്ധിച്ചത്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്, എന്നോട് ഉറക്കെ ചൊല്ലി, സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് ഭക്ഷണം കിട്ടാതെ ദിവസങ്ങൾ കഴിഞ്ഞ് അടങ്ങാറായി മരിക്കാനായ സന്ദർഭം. ഭക്ഷണം കിട്ടിയിട്ട്
അങ്ങനെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ റോട്ടിലിറങ്ങി നിൽക്കുകയാണ്. എവിടുന്നെങ്കിലും കുറച്ച് ഭക്ഷണം കിട്ടുമോ എന്നാണ് ചിന്ത. ആ സമയത്താണ് സിദ്ദീഖ് തങ്ങളുടെ ഒരു വീട്ടിലുണ്ടായിരുന്ന അടിമ വന്നത്. അടിമ വന്നപ്പോൾ അടിമയുടെ കയ്യിൽ ഒരു പൊതി ഉണ്ടായിരുന്നു, കുറച്ച് ഈത്തപ്പഴം ഉണ്ടായിരുന്നു. വേഗം മരണഭയം കൊണ്ട് ആ ഈത്തപ്പഴം അങ്ങ് കഴിച്ചു, വെള്ളം കുടിക്കുകയുമാണ്. അൽഹംദുലില്ലാഹ്, ആ വലിയ പ്രയാസം അങ്ങ് മാറിയ സമയമാണ്. അപ്പോഴാണ് അടിമ ഒരു വർത്താനം പറഞ്ഞത്, അല്ല നിങ്ങൾ ഇന്നിപ്പോ എന്ത് പണി കാട്ടിയേ? ഞാൻ എന്നും നിങ്ങൾക്ക് തിന്നാൻ എപ്പോഴേലും കൊടുത്താൽ നിങ്ങളോട് ചോദിച്ചു ഇത് എവിടുന്ന് കിട്ടിയത്? അത് ചോദിച്ചാൽ നിങ്ങൾ തിന്നലില്ല. ഇന്നിപ്പോ എന്തെങ്കിലും ചോദിച്ചാൽ തിന്നത് ചോദിച്ചു യജമാനോടെ. അപ്പോൾ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, സഹോദരാ, അകലനി അൽജൂൾ, എന്നെ വിശപ്പ് കാർന്ന് തിന്നതാണ്. വിശപ്പിന്റെ കാഠിന്യത്താൽ എനിക്കത് ചോദിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ഞാൻ എന്നോട് ഇപ്പോൾ ചോദിക്കുകയാണ്, മിൻ ഐന ഹാദ ത്വആം, എവിടെ നിന്ന് കിട്ടിയ ഈത്തപ്പഴമാണ് നീ എനിക്ക് കൊണ്ടുവന്നത്? അടിമ പറഞ്ഞു, കഹൻതുലി ഖൗമിൻ ഫഅതുനി, ഞാൻ മുമ്പ് കുറച്ച് ആൾക്കാർക്ക് കൈ നോക്കി കണ്ട് ബായു പറഞ്ഞു കൊടുത്തിരുന്നു, ജോലിസപ്പണി ചെയ്തു കൊടുത്തിരുന്നു, അതിന് പ്രതിഫലമായിട്ട് പോലെ തന്ന കാശുണ്ടേനു, ഇത് അതിന് വാങ്ങിയ ഭക്ഷണമാണ് എന്ന് പറഞ്ഞു. അടിമ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയാൻ തുടങ്ങി, റബ്ബേ, കഹാനത്ത് ഹറാമാണ്, അള്ളാഹു വിലക്കിയ കാര്യമാണ്. ഹറാം ചെയ്ത് കിട്ടിയ കാശാണെങ്കിൽ അതും ഹറാമല്ലേ? ഹറാമായ കാശ് കൊണ്ടാണോ ഞാൻ ഭക്ഷണം കഴിച്ചത്? ഫഅദ്ഖല യദഹു ഫീ ഫസ്തഖാ, ഇതങ്ങ് കേട്ടപാട് തന്റെ വിരല് തന്റെ വായിലേക്ക് ഇടുകയാണ്. മരണം പേടിച്ച് ഭക്ഷണം കഴിച്ച സ്വഹാബി കൈ വായിലിട്ടങ്ങ് ഛർദിക്കുകയാണ്. ഛർദിച്ച് രക്തം ഛർദിച്ച് തളർന്ന് വീണ് നിൽക്കും. കണ്ടതെന്നവർ സിദ്ദീഖുൽ അക്ബർ മരണപ്പെടുമോ എന്ന് പേടിക്കുകയാണ്. ആ കിടപ്പിൽ കടന്ന് ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്തു, റബ്ബേ, വിശപ്പിന്റെ കാഠിന്യത്താൽ ഞാൻ കഴിച്ചത് ഹറാമാണോ എന്ന് ചോദിക്കാൻ കഴിഞ്ഞില്ല. അത് ഹറാമാണെന്നറിഞ്ഞ നിമിഷം റബ്ബേ, എനിക്ക് പുറത്തെടുക്കാൻ പറ്റുന്നത് മുഴുവനും ഞാൻ പുറത്തെടുത്തിരിക്കുകയാണ്. ഇനി ഹറാമിന്റെ വല്ലാംശവും എന്റെ രക്തത്തിൽ കലർന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തെടുക്കാൻ എനിക്ക് കഴിയുകയില്ല. ഇത് കാരണം എനിക്ക് സ്വർഗം ഹറാമാക്കരുത് അല്ലാ, എന്നെ നരകത്തിലിട്ട് ശിക്ഷിക്കരുത് അല്ലാ. അങ്ങനെ കരയാൻ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മാത്തങ്ങൾ കേൾക്കണോ? ഞാൻ എത്രയപ്പോ തിന്നത് നിങ്ങളെ ചിന്തിച്ചു നോക്കാണ്. എന്നിട്ട് എന്താ ഇത് അറിഞ്ഞുകൊണ്ട് തിന്നതാ? എന്നിട്ട് എന്നെ ഛർദിച്ച് കളഞ്ഞില്ലേ പറ്റണോടത്തോളൊക്കെ. എന്നിട്ട് റബ്ബേ, ഇത് കാരണം സ്വർഗം പോകുമെന്നുള്ള പേടി, നരകത്തൊക്കെത്തുള്ളൂ. എന്നിട്ട് കരയാണ്. സിദ്ദീഖ് തങ്ങളല്ലേ കരയുന്നത്? ആ കണ്ണുനീര് വന്ന് പതിച്ചത് അല്ലാഹുവിന്റെ അർശിലാണ്. അപ്പോഴേക്കും നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് മുത്തുനബി തങ്ങൾക്ക് ഖുർആനിൽ ആയത്ത് ഓതി കൊടുക്കുകയാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. നബിയെ, എന്റെ ഒരടിമ അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. അയാൾ നരകം പേടിച്ച് കരയുകയാണ്. യജമാനനായ അല്ലാഹു എന്റെ മുമ്പിൽ വന്ന് നിൽക്കണല്ലോ എന്ന് പേടിച്ച് കരയുകയാണ്. സ്വർഗം ഹറാമാക്കപ്പെടുമോ എന്ന് പേടികൊണ്ട് കരയുകയാണ്. ആ അടിമയോട് നിങ്ങൾ പറയണേ, ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ, ആ അടിമക്ക് മടങ്ങി വരാനുള്ളത് സ്വർഗത്തിലേക്ക് തന്നെയാണ്. സുബ്ഹാനല്ലാഹ്, എന്താ സംഭവം നോക്കാൻ? സ്വർഗം പോകുമെന്ന് പേടിച്ച് കരയാ. ആര്? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോഴേക്കും അല്ലാഹു ഖുർആനിൽ ആയത്തിറക്കി, നബി, നിങ്ങൾ ആ കരയുന്ന അടിമയോട് പറഞ്ഞളി, എവിടേക്ക് തന്നെ വരാനുള്ളത്? സ്വർഗത്തിൽ തന്നെ വരാനുള്ളത്. സിദ്ദീഖ് തങ്ങളുടെ അവസ്ഥയാണ്. അപ്പൊ നിങ്ങളൊക്കെ നോക്കാണേ, ഹറാമായ ഭക്ഷണം കഴിക്കരുത് എന്നുള്ളത് എത്രയോലൊക്കെ നിർബന്ധവാശി. നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. ഒരു ഭക്ഷണം ആരെയും തന്നത് ഹറാമാണോ ഹലാലാണോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യമൊന്നും ഇസ്ലാമിലില്ല. നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയ ഭക്ഷണം ഹറാമാണ് എന്ന് ഉറപ്പാണെങ്കിൽ പിന്നെ തിന്നാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചാൽ. ബാക്കിയുള്ള ഒന്നും ഇപ്പൊ ഈ കാലത്ത് നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കാൻ കഴിയില്ല. എന്ത് ശ്രദ്ധിക്കാം? ഈ കിട്ടിയത് ഹറാമാണെന്ന് 100% ഉറപ്പാണെങ്കിൽ പിന്നെ അതെന്താകരുത്, അത് തിന്നരുത്. നമ്മൾ ഉണ്ടാക്കിയതാണെങ്കിൽ നമ്മക്കറിയാലോ
ഇത് ഹറാമാണോ ഹലാലാണോ എന്നുള്ളത് വേറൊരാൾ തരുമ്പോഴല്ലേ നമുക്കത് പ്രശ്നമുള്ളൂ. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതിലെ ഹറാമോ ഹലാലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാലോ. മുഅ്മിനീങ്ങളെ, ഒരിക്കലും ഹറാമ് കൊണ്ട് അന്യായമായി കൈപ്പറ്റിയത് കൊണ്ട് കച്ചവടക്കാരൊക്കെ പറ്റിച്ച് നമ്മൾ അങ്ങനെ ഭക്ഷണങ്ങൾ കൊടുത്തും കഴിക്കുക, കാശ് കൊടുക്കാതിരിക്കുക, എന്നിട്ട് പിന്നെ അത് എഴുതി തള്ളു. ഇങ്ങനത്തെ സിസ്റ്റം നല്ലോണം ശ്രദ്ധിക്കണം. ഒന്ന് പേച്ചാൽ ഒന്ന് നരകം, നിസ്കാരം സ്വീകരിക്കപ്പെടൂല, ആ മനുഷ്യന്റെ ദുആക്കൊന്നും ഇജാബത്തുണ്ടാവും. ദുആക്ക് ഇജാബത്ത് കിട്ടുക എന്നുള്ളത് വലിയ ഭാഗ്യമുള്ള കാര്യമല്ലേ? 3 കോലത്തിൽ ദുആക്ക് ഇജാബത്ത് കിട്ടാം. ഒന്നുകിൽ ദുആ ചെയ്ത ആവശ്യം അള്ളാഹു ദുനിയാവിൽ നിന്ന് തന്നെ നിറവേറ്റി തരും, അത് ദുആന്റെ ഒരു ഇജാബത്താണ്. അതല്ലെങ്കിൽ ദുആ ചെയ്ത അളവ് അള്ളാഹു തആല ദോഷങ്ങൾ പുറത്തു തരും, അത് ദുആന്റെ മറ്റൊരു തരം ഇജാബത്താണ്. അതല്ലെങ്കിൽ ആ ദുആ ഉണ്ടല്ലോ, അത് നാളെ ആഖിറത്തിലേക്ക് ഒരു സമ്പാദ്യമായി അള്ളാഹു മാറ്റി തരുന്നതാണ്. ഹറാമ് തിന്നുന്നവർക്ക് ഇത് 3 നൽകപ്പെടുകയില്ല. പരിശുദ്ധ റമദാനിലെ 24ാമത്തെ തറാവി നമ്മൾ നിസ്കരിച്ചില്ലേ? ഇന്നത്തെ നിസ്കാരക്കാർക്ക് അള്ളാഹു നൽകുന്ന സമ്മാനം എന്തെന്നറിയുമോ? ഉത്തരം നൽകപ്പെടുന്ന 24 ദുആക്ക് അള്ളാഹു അവർക്ക് അവസരം നൽകുകയാണ്. ഇന്നത്തെ നിസ്കാരക്കാരുടെ 24 ദുആക്ക് ഉത്തരം ഉണ്ടാവുന്ന അള്ളാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. നമ്മളെ ദുആ അള്ളാഹു ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരട്ടെ. നിങ്ങളെ ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, നിസ്കാരത്തിന്റെ മഹത്വം കൊണ്ട് ഞങ്ങളെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ഹറാമായ ഭക്ഷണത്തിൽ നിന്ന് ഞങ്ങൾക്ക് നീ കാവല് നൽകണേ അല്ലാഹ്. ഹലാലായ ത്വയ്യിബായ ഭക്ഷണം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. റബ്ബേ, ഫലസ്തീനിലെ ഗസയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾ അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എത്രയാണ് ഇന്ന് പത്രമാധ്യമങ്ങളിലൂടെ കണ്ടില്ലേ? ഈ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ 50,032 ആളുകളാണ് അവിടെ മരിച്ചു വീണത്. അതിൽ പകുതിയിലേറെയും ചെറിയ ചെറിയ കുട്ടികളാണ്. അല്ലാഹുവേ, അവരെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ സമാധാനം നൽകണേ അല്ലാഹ്. നമ്മളൊക്കെ പെരുന്നാളിനുള്ള വസ്ത്രങ്ങൾ വാങ്ങാനുള്ള തിരക്കിലാണ്. ഫലസ്തീനിലെ പാവപ്പെട്ട ജനത ഒരു മയ്യിത്തിനെ മറമാടാൻ ഒരു കഷ്ണം കഫൻ തുണിയെങ്കിലും കിട്ടുമോ എന്നറിയാൻ അവർ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നീ അവരെ സഹായിക്കണേ അല്ലാഹ്. നീ അവർക്ക് മോചനം നൽകണേ അല്ലാഹ്. മരണപ്പെട്ടവർക്ക് ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാഹ്. അവരനുഭവിക്കുന്ന വേദനകൾ നീ മാറ്റണേ അല്ലാഹ്. അവരുടെ പട്ടിണി നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവർക്ക് നീ ഭക്ഷണവും വായുവും വെള്ളവും ആരോഗ്യവും നൽകണേ അല്ലാഹ്. അവരെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. റബ്ബേ, ഇസ്ലാമിന്റെ ശത്രുക്കളെ ഇസ്രായേലിലുള്ള ജൂതരെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. നീ അവരെ നശിപ്പിക്കണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കോടൂരുള്ള ശിഹാബ് എന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ട ഉമ്മയുടെ പേരിൽ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണാർമലയിലുള്ള ഷക്കീർ എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ 1ാമത്തെ ആണ്ടാണെന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മഹല്ലത്തിൽപ്പെട്ട പട്ടിക്കാടൻ അബ്ദുൽ മജീദ് എന്ന സഹോദരൻ, അദ്ദേഹത്തിന്റെ ആണ്ട് ദിവസമാണെന്ന് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പള്ളിയിലേക്ക് ചീരണി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇന്ന് മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പൊറുക്കണേ അല്ലാഹ്. എല്ലാവരുടെയും ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കേൾക്കുന്നവരും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരുമുണ്ട്. റബ്ബേ, അവരിൽ നിന്നൊക്കെ മരിച്ചുപോയ മുഅ്മിനീങ്ങൾക്ക് നീ പൊറുക്കണേ അല്ലാഹ്. നീ മജ്ലിസിലേക്ക് ചീരണി കൊണ്ടുവന്നിട്ടുണ്ട്. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാഹ്. അബ്ദുൽ മജീദ് എന്ന സഹോദരന്റെ ഖബറിലേക്ക് അതിന്റെ സവാബ് നീ എത്തിക്കണേ അല്ലാഹ്. എല്ലാ മുഅ്മിനീങ്ങളുടെയും ഖബറിടം വെളിച്ചമാക്കണേ അല്ലാഹ്. റബ്ബേ, രോഗശമനത്തിന് വേണ്ടി ഒരു സഹോദരി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മകന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ഒരു സഹോദരി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. മകളുടെ അസുഖം സുഖപ്പെടാൻ വേണ്ടി ഒരു സഹോദരൻ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ആജിലായ ശിഫ നൽകണേ അല്ലാഹ്. വേദനകളെ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാഹ്.
അരീക്കോടുള്ള ഒരു സഹോദരൻ വീട് പണി പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ അവരെ സഹായിക്കണേ അല്ലാ, ഞങ്ങൾക്കൊക്കെ റാഹത്തുള്ള വീട് നൽകണേ അല്ലാ, തുടങ്ങി വെച്ച പണികളൊക്കെ എളുപ്പത്തിൽ പൂർത്തിയാക്കണേ അല്ലാ. ഈ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. നരകമോചനം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ വർഷത്തെ ലൈലത്തുൽ ഖദ്ർ ഞങ്ങൾക്ക് സമ്മാനിക്കണേ അല്ലാ. ഇന്ന് ഭക്ഷണം തന്ന വീട്ടുകാരുണ്ട്, ഓരോ ദിവസവും ഭക്ഷണം തരുന്നുണ്ട്. റബ്ബേ അത് സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം അവർക്ക് നൽകണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അതിന്റെ സ്വഭാവം നൽകണേ അല്ലാ. അവരുടെയൊക്കെ മക്കളെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ ഞങ്ങളെ ശിഷ്യന്മാരെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാ. മുഹ്റവിയായ ആലിമീങ്ങളിലും മുതഅല്ലിമീങ്ങളിലും നിന്റെ പൊരുത്തമുള്ളവരിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.